ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഗുഡ് മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ നേരം പരപരാ വെളുക്കുകയാണല്ലോ എന്ന് പറഞ്ഞ പോലെ നേരമൊക്കെ വെളുത്ത് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എന്താ മഴ പെയ്തപ്പോൾ അല്ലേ. എൻ്റെ മുഖം ഞാൻ വല്ലാണ്ട് കാണിക്കുന്നില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തല്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ആ ചൂടൊക്കെ ഒന്ന് മാറി ആകെ വീടൊക്കെ ഒന്ന് തണുത്തു. ഇപ്പോൾ നല്ല സുഖമാണ് രാവിലെ കിടന്നുറങ്ങാൻ. പക്ഷെ ഇന്ന് അങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റില്ല. ഇന്ന് കുറച്ചൊരു പരിപാടികളുള്ള ദിവസമാണ്. അപ്പം ഞാനത് പെട്ടെന്ന് എണീറ്റ് ഗോദാവിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഇനി ശരിയാവില്ല. അപ്പോൾ അതേ ആരും ഇല്ല കേട്ടോ ഇവിടെ, ഞാനും എനിക്ക് മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ ഇക്കാടെ വീട്ടിൽ പോയിരിക്കുകയാണ്, കുറച്ച് ദിവസമായി പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു ബ്ലാങ്ക്നെസ്സാണ്. ഇവിടെ എന്താ വല്ല നാടകം കളിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കിട്ടിയതിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ് കേട്ടോ. അതിന് വേറെ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇങ്ങനെയൊക്കെ കെട്ടിപ്പൂട്ടി എങ്ങനെയൊക്കെ നീറ്റാക്കി ഇട്ടാലും അപ്പം വീണ്ടും കയറും. തന്നെ ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു ഗസ്റ്റാണ്. അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവനെ കൊണ്ടുവന്ന ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദീദറ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ദീദറ മോഹൻ്റെ അടുന്ന് പെറുക്കി കൊണ്ടുവന്നാട്ടോ. 3-4 കൊണ്ടുവന്നു. പക്ഷേ ഇവനെ മാത്രമാണ് ആയുസുള്ളൂ. ബാക്കിയൊക്കെ കൊടുന്നപ്പോൾ തന്നെ ചത്തുപോയിട്ടോ. രാവിലെ തന്നെ നെയ്യാണ് കൊടുക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നെയ്യിൻ്റെ ഡപ്പയിൽ കുറച്ച് അവൻ്റെ തന്നെ ഞാൻ കുറച്ച് ഫുഡ് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ ഇതുപോലെ ഒരു മണി എടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ. നല്ല രസമാണ് അവന് ഫുഡ് കൊടുത്താൽ ഇങ്ങനെ കഴിക്കുന്നത് കാണാൻ. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി കുറേ നേരം ആ ഫുഡിൻ്റെ പിന്നാലെ ഓടി ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞാനും ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 ജീവനുള്ള വസ്തുക്കൾ ഈ വീട്ടിൽ. അപ്പോൾ കുറച്ച് നേരം ഫുഡ് എടുത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കട്ടോ. നല്ല രസമാണ്. ഫുട്ബോൾ കളിക്കണ പോലെ അങ്ങോട്ടും തട്ടിയിട്ട് ഇങ്ങനെ എപ്പോഴാണ് ഇത് ഫുള്ള് കഴിച്ച് തീർക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവന് വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ വീഡിയോ എടുത്ത് നിന്ന് പറ്റില്ല. കിച്ചണത്തെ പണികളൊക്കെ കിച്ചണൊക്കെ ഇന്നലെ ക്ലീൻ ആക്കിയിട്ട് തന്നെ കിടന്നിട്ട്. ഇന്നലെ രാത്രി തീരെ വയ്യായിരുന്നു. പക്ഷെ എന്നാലും കിച്ചൺ ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഒരുവിധം തീർത്തു കേട്ടോ. അത് രാവിലെ ജനലൊക്കെ ഒന്ന് തുറന്നതിൻ്റെ കോവക്കവള്ളി ഇങ്ങനെ കാണാം. എപ്പോഴാണിത് പൊട്ടിച്ചടം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ മഴയും കാറ്റും കാരണം ആടി ഒലഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ചക്കക്കുരു കുതിരാൻ വേണ്ടി വെള്ളത്തിട്ടൊന്നല്ല കേട്ടോ, മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. ചക്കക്കുരു പ്ലാവ് വെക്കാൻ വേണ്ടിയിട്ട്. ചക്കക്കുരു നല്ല ചക്കയൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കെട്ടിൻ്റെ പരിപാടിയാണ്. മുളയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. മുളയ്ക്കോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. 2 ദിവസമായി ആ വെള്ളത്തിൽ ചീഞ്ഞ് കിടക്കുന്നു. മുളയ്ക്കുന്നൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ചക്കക്കുരു എങ്ങനെ മുളയ്ക്കാമെന്ന് അറിയണവരൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഭയങ്കര ദുരന്തമാണ്, കാണിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ ക്യാമറ പിടിച്ചിങ്ങനെ നടന്നപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. ആകെ എല്ലാം കൂടി കുത്തിത്തിരികെ വെച്ചേക്കുക. പല ആംഗിളിൽ കൊള്ളാനിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. രാത്രിത്തെ ഫുഡ് ഫുൾ അങ്ങനെ ആ പാത്രത്തോട് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കപ്പ വരെ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫുള്ള് മണ്ണായി ഉണ്ടാവും ഫ്രിഡ്ജിൽ. ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ കാണിച്ചാൽ മിക്കവാറും എൻ്റെ ദീദിമ്മയൊക്കെ എന്നെ പിടിച്ചിട്ട് തല്ലാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഫ്രിഡ്ജിൻ്റെ കോലൊക്കെയെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ 2 ദിവസമായിട്ട് ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് മഴയുടെ മണ്ടക്കിടാം. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചടപ്പാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. മീനെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ തുടങ്ങണം. നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ അല്ലേ. രാവിലെ പിന്നെ ഈ അംഗമൊക്കെ ഒന്ന് എത്ര മടിയാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ദോശമാവ്, കുറച്ച് ഇന്നലത്തെ കറി, കുറച്ച് മിന്നാത്ത കറി പറഞ്ഞ പോലെ കുറച്ച് ദോശമാവുണ്ട്. അപ്പോൾ ഞാനെനിക്ക് മാത്രം ഉള്ളതുകൊണ്ട് അത് വെച്ച് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മീൻ കറി വയ്ക്കാം. കപ്പയും മീൻ കറി ആയിക്കോട്ടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. കപ്പയും മീൻകറിയും ഒരു എല്ലാവരുടെയും ഫേവറേറ്റ് സംഭവമാണല്ലേ. എൻ്റെ അത്ര ഫേവറേറ്റ് ഒന്നുമല്ല. കപ്പ ബിരിയാണിയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ചോറിന് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ സാധാരണ വയ്ക്കാറ്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നന്നാവുമെന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചൂടുള്ളൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചോറ് തന്നെയാണ്. ചൂട് സമയത്ത് മാത്രം കുറച്ച് രാത്രി ഇങ്ങനെ കേടുവരുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നല്ല വെള്ളം ചൂടായതിന് ശേഷം ഒന്ന് അരി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ട് അടച്ചു വെച്ചാൽ 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിലിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചോറിൻ്റെ പരിപാടി കഴിയും കേട്ടോ. കുറച്ച് ചോറ് പിന്നെ ഒന്ന് വെക്കുന്നുള്ളൂ. ഞാൻ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കക്ക് മാത്രം കൊണ്ടുള്ള ചോറ് മാത്രം കൊണ്ട് വെക്കുന്നുള്ളൂ കേട്ടോ. കപ്പ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇക്കാൻ്റെ കടയിൽ കുറച്ച് കൊടുത്തയക്കാൻ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മാക്ക് ഉപ്പൊക്കെ ഇച്ചിരി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. കപ്പ കുറേ ദിവസം വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആകെ ആ നീല കളർ ഒരു ഉള്ളിൽ മൊത്തം ഒരു നീല കളർ വന്ന് പെട്ടെന്ന് കേടുന്നു പോകില്ലേ. അപ്പോൾ ഞാൻ എന്താ മൊത്തം എടുത്ത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി എടുക്കണ ഒരു പരിപാടിയാണ് അല്ലേ.
അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയെടുത്ത് പെട്ടെന്ന് പണി തീർക്കണം കേട്ടോ, കാരണം രാവിലെ തന്നെ ഇറക്കണം. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ ഒരുപാടൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഭയങ്കര അടുക്കിപ്പെറുക്കി ഭയങ്കര ഇതായിട്ടുള്ളൊരു കിച്ചണൊന്നല്ല എൻ്റേത്. ഞാൻ അത്യാവശ്യം അലമ്പാക്കിയിടുന്ന ആളാണ്, നന്നായി വൃത്തിയാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എനിക്ക് എൻ്റെ ഓരോ മൂഡിനനുസരിച്ചിട്ട് ഞാൻ കുറേ അലമ്പാക്കിയിടും ചെയ്യും. പിന്നെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ലൈഫാണ് ഇപ്പോൾ കുറേ ഇതായിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കാനൊക്കെ. നമ്മളോരോ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോ താത്തമാരും ഓരോ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഭയങ്കര സെറ്റായിട്ടുള്ള കിച്ചൺ, എന്ത് രസമല്ലേ. നമ്മുടെ ഓരോ സ്പൂണുകളും ഓരോ ഇതും ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ അവർ ചിലപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നതിൽ അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ എങ്ങനെയാണോ അതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം അലങ്കോലാക്കി ഇടും. കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്ലീൻ ചെയ്യാൻ എനിക്ക് അത്ര വലിയ പൊതുവേ ചെറുപ്പം തൊട്ടേ എനിക്കിഷ്ടമില്ല. പക്ഷേ കുക്ക് ചെയ്യാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൽ എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തും. അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്കൊരു മടിയാണ്. അതൊക്കെ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആക്കി ഇടും. പക്ഷേ മടിയെ മല ചുമക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ അലങ്കോലാക്കിയിട്ടാൽ അതിൻ്റെ ഇരട്ടിക്ക് അപ്പുറത്ത് നമ്മൾ പണിയെടുക്കേണ്ടി വരും. നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് വേറെ ആരും ഹെൽപ്പിനില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അലങ്കോലാക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര അടുക്കി പെറുക്കിയിട്ടുള്ള ഒരു ലൈഫൊന്നുമല്ല. ചിലപ്പോൾ 2 ദിവസം, ഇപ്പോൾ 2 ദിവസമായിട്ട് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു എനിക്ക്. വീഡിയോ ഒന്നും ചെയ്യാനും ഉഷാറില്ല. വെറുതെ ഫോണും സ്ക്രോൾ ചെയ്ത് വെറുതെ എൻ്റെ ടൈം കളയുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. അയ്യോ എൻ്റെ സമയം വെറുതെ ഞാനിങ്ങനെ കളയുകയാണല്ലോ, ഒന്നും ചെയ്യാതില്ല. ഇപ്പോൾ ജോലിക്കും പോകാത്തതുകൊണ്ട്, ജോലി നിർത്തിയതുകൊണ്ട് പെട്ടെന്നൊരു ബ്ലാങ്ക്നെസ്സാണ് നമുക്ക്. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഇങ്ങനെ തോന്നും. പിള്ളേരുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ ടൈം പോവും. അപ്പോൾ 2 ദിവസം അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടോ. 2 ദിവസം, ഇനി 3-ാമത്തെ ദിവസം കൂടി ഞാൻ ഇരുന്നതിന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോവാം, മണിപ്പനിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, ഈ ഒറ്റയ്ക്ക് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പാരൻസ്, മക്കളൊക്കെ എബ്രോഡായിട്ടുള്ള കുറേ പാരൻസൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, വയസ്സുകാലത്ത്, അവരൊക്കെ ഒരു സമ്മതിക്കണമല്ലേ നമ്മൾ. അപ്പോഴാണ് നമുക്കൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഇങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കാനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചിലർ അങ്ങനെയൊക്കെ ഒരു ലൈഫ് കാലങ്ങളോളം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ മക്കളെയൊക്കെ ഇടയ്ക്ക് നമ്മൾ മക്കൾ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ നമുക്ക് എന്തൊക്കെ ഒരു മെമ്മറീസ് ആണല്ലേ. നമ്മുടെ കസിൻസ്, നമ്മുടെ അമ്മായിമാർ, നമ്മുടെ ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കേഷനായി വരുന്നതും നമ്മൾ അങ്ങോട്ട് പോകുന്നതും കുറേ ചക്കയും മാങ്ങിയും തൊടിയും പറമ്പും പാടത്തും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ കളികളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ പിള്ളേർക്ക് അങ്ങനത്തെയൊക്കെ കുറേ മെമ്മറീസ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കിട്ടുന്ന പോലെയൊക്കെ ഞാൻ ഒക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകി ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളിനെ ഒരു ഇതാക്കുക എന്നുള്ളതാണ് എനിക്കൊരു ഇത്. കാരണം ഒറ്റയ്ക്ക് വളർന്നു വന്ന മക്കളും എല്ലാവരുടെ കൂടി ഇടപഴകി നല്ല ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ നല്ലോണം ഇതിലൊക്കെ വളർന്ന മക്കളും ഭയങ്കര വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും മാക്സിമം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അവിടെ കളിക്കാൻ വിട്ട് ഇവിടെ കളിക്കാൻ വിട്ട് ഇതിനെ നാശമാവും എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ അടക്കിപ്പൂട്ടി വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ഇമ്പാക്റ്റ് മക്കളിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ അവിടെ ഇവിടെ കളിക്കാൻ വിടാനും അതൊക്കെ. പക്ഷെ നമ്മളൊരു കണ്ണ് വേണമെന്നേ ഉള്ളൂ, നമ്മൾ എന്താ അവർ ചെയ്യുന്നത്, എവിടേക്ക് പോകണേ, എന്തൊക്കെ തരം കളിയാണ് കളിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അടുക്കളപ്പണികളൊക്കെ അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ചായ ഇക്കൊക്കെ കെണിയിട്ട് ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ലാണ്ട് വർത്താനം പറഞ്ഞത് ചട്ടപ്പെട്ട കാര്യങ്ങൾ തീർത്തില്ലെങ്കിൽ പണി കിട്ടും. ആൾ എന്നെ വെയിറ്റ് ചെയ്യാണ്ട് പോവും. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മീൻകറി വയ്ക്കുന്നു. ചായയും കാപ്പിയൊന്നും അങ്ങനെ ഞാൻ വല്ലാണ്ട് കുടിക്കാറില്ല കേട്ടോ. ഇവിടെ അതാണ് കെറ്റിൽ ചായ വെച്ചത്. ചായ ജസ്റ്റ് അതിലേക്ക് ഇട്ടൊരു ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കുക. കാരണം വേറെ ആരും ഇവിടെ ചായ കുടിക്കില്ല, ഇക്ക മാത്രമാണ് ചായ ലവർ. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരു കോഫി കുടിച്ചാൽ അതായി, അത്രയേ ഉള്ളൂ കേട്ടോ. സങ്കടം വന്നിട്ടല്ല കരയണം കേട്ടോ. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി അത്യാവശ്യം മിക്സിയിലിട്ടായിരുന്നപ്പോൾ നല്ല കണ്ണുനീറ്റിലായിരുന്നു.
ഞാൻ സാധാരണ മീൻ മുളകിട്ട് വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയുടെ കൂടെ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെക്കില്ല, അതിന് പകരം ഞാൻ തക്കാളി കുറച്ചൊരു കറി ഒന്ന് ഒത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയുടെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരിച്ചിരി മല്ലിപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതും ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് പിന്നെ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അപ്പോൾ വഴറ്റിയെടുത്താൽ പൊടികളൊക്കെ ഒന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ മീൻകറിയിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നല്ല, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. എൻ്റെ ഒരുപാട് കുറച്ച് ശരിയാവാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് റെസിപ്പീസിലൊന്നാണ് മീൻകറി. പിന്നെ മീൻ ഇവിടെ പിള്ളേർക്കൊക്കെ, എനിക്ക് മാത്രമാണ് മീൻകറി ഇത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇക്കാക്കും പിള്ളേർക്കൊക്കെ മീൻ ഫ്രൈ ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അധികം ഫ്രൈ ചെയ്യും. ഇടയ്ക്കൊക്കെ അതുപോലെ കറി വയ്ക്കുകയും ചെയ്യും. കറി വയ്ക്കുമ്പോൾ ഞാൻ അധികം തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുള്ള മീൻ കറിയാണ് എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് മിക്സിൻ്റെ ജാറിൽ തന്നെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ചുഴറ്റി ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ പുളി പിഴിഞ്ഞതുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞത്. പുളി ഇങ്ങനെ ഞാൻ എപ്പോഴും എടുത്തിട്ട് പിഴിയില്ല കേട്ടോ. ഞാൻ എപ്പോൾ പിഴിഞ്ഞാലും പുളി കുറച്ച് ബാക്കി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകുന്നില്ല. സാമ്പാറിനോ എന്തിനെങ്കിലും എടുത്ത് പിഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വയ്ക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് പുളി വെള്ളത്തിലിട്ട് പിന്നെ അതൊന്ന് കുതിർന്ന് വന്നിട്ട് പണിയല്ലേ. അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് മീൻകറി അവിടെ ഗ്രേവി അവിടെ അടച്ചു വയ്ക്കുക. ഇനി നമ്മുടെ ചോറ് എന്തായി നോക്കാം. ചോറ് ഇതേപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടൊരു അരിപ്പ പാത്രത്തിലേക്ക് ചോറ്, ഇതിപ്പോൾ കുറച്ച് ചോറ് എന്ന് ഞാൻ വെച്ചിട്ടുള്ളൂ, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ചോറ് വെച്ചിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അരിപ്പ പാത്രത്തിലേക്ക് ആ കഞ്ഞിവെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് തിളച്ച വെള്ളം ഈ ചോറ് ഒന്നും കൂടി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കഴുകി തിരിച്ചൊന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. കുറേ ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയ പോലെ എടുത്തിട്ട് വീണ്ടും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചോറ് നല്ല അടിപൊളി ചോറായി കിട്ടും. അപ്പോൾ കുക്കറിൽ വെക്കുന്നത് ഞാൻ അങ്ങനെയാണ് സാധാരണ വെക്കൽ കേട്ടോ. കണ്ടോ ഇങ്ങനെ ചൈനീസ് സ്റ്റൈലിൽ ചട്നി തളിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയോ? കണ്ടോ ഇതുപോലെ നല്ല തീയൊക്കെ ആളിച്ച് ചട്ടിൻ്റെ ഉള്ളിൽ പുകയൊക്കെ ആക്കി പണി പാളിപ്പോയതാണ് കേട്ടോ. വലിയ സ്റ്റൈലിലൊക്കെ കണ്ട് ഒഴിച്ചതാണ്. ചട്നി ആകെ പുറത്തൊക്കെ പോയി ലാസ്റ്റ് എനിക്കെന്നെ പണിയായി. സാധാരണ ഫ്രൈങ് പാനിലോ നല്ല ചട്നി ഉണ്ടാക്കാറ്, ചീനച്ചട്ടിയിലാണ് ചട്നി ഒഴിക്കാറ്. പക്ഷേ ചീനച്ചട്ടി ആകെ അലമ്പായിരിക്കുന്ന കാരണം ഞാൻ ഇപ്രാവശ്യം ഫ്രൈങ് പാനിൽ ഒഴിച്ചതാണ്. അത് പണിയും കിട്ടി. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മീനൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില, ഞാൻ ഒരു കറിവേപ്പില പ്രാന്തിയാണ് കേട്ടോ. എനിക്ക് എത്ര കറിവേപ്പില ഇട്ടാലും മതിയാവില്ല. ഇവിടെ ഇല്ല, പക്ഷേ ഞാൻ കറിവേപ്പില തൈയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. ഇക്കടെ വീട്ടിൽ നിന്ന് അവിടെ ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇക്കടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. നല്ല മണമുള്ള നല്ല കറിവേപ്പില. അതാണ്ടാവും നമ്മുടെ കപ്പ ഒരു രണ്ട് വിസിലിനായിട്ട് നല്ല വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ പണികളൊക്കെ പടപടയെന്ന് പടപടയെന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ദോശ ചുടുന്നുണ്ട്. ദോശ കഴിക്കുമ്പോഴാണ് ചുടൽ. ഇന്നിപ്പോൾ അതിനൊന്നും നേരം ഇല്ലാത്തതുകൊണ്ട് അപ്പോഴേ ഞാൻ ചുട്ട് വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കപ്പ താളിക്കണമെങ്കിൽ വേറെ ഓപ്ഷനില്ല. ഇതാണ് എൻ്റെ കരിപുരണ്ട ചട്ടി, ചീനച്ചട്ടി. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞ പോലെ. ഇത് ഞാൻ 2-3 വട്ടം കാണിച്ചപ്പോഴും എൻ്റെ ദീദി എന്നെ നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. മര്യാദക്ക് നിൻ്റെ ചട്ടി എടുത്ത് മാറ്റിക്കോ, അത് ഇനി വീഡിയോയിൽ കാണിച്ച് എൻ്റെ അടുത്ത് കിട്ടും, വെറുതെ നാണം വേണ്ടിരുന്ന എനിക്ക്. അവളാണെങ്കിൽ ഒരു പ്രാന്തിയാണ് കേട്ടോ. അവൾ എല്ലാവിധ പാത്രങ്ങളും, അവൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാത്രങ്ങളെന്ന് പറഞ്ഞ പോലെ ഇന്നത് ഇളക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്പൂണ്, ഇന്നത് മുട്ട പൊരിക്കാനൊരിത്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാത്രങ്ങളാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ അത്ര പാത്രങ്ങളോട് അത്ര ക്രേസ് ഒന്നുമില്ല. എനിക്കിങ്ങനെ കുറച്ച് ഷോ പീസുകളോടൊക്കെയാണ് എനിക്ക് ക്രേസ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആ സമയത്ത് വാങ്ങിയിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല, ഇതൊക്കെ അവളെ എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. അവളുടെ അടുത്ത് ഇഷ്ടം പോലെ പാത്രങ്ങളാണ്. എനിക്ക് അങ്ങനെ അത്ര, എൻ്റെ പിന്നെ ഒരു കുഞ്ഞ് കിച്ചൺ ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ട ബേസിക് പാത്രങ്ങൾ മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഒരുപാട് കൊണ്ടുവന്നിട്ട്
കിച്ചണിൽ സ്ഥലമില്ലാണ്ട് ഒരുപാട് കൊടുന്ന് നിറക്കാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ മേടിച്ച പാത്രമാണ് എൻ്റെ ആ ചീനച്ചട്ടി കേട്ടോ. പക്ഷെ ആ ചീനച്ചട്ടി 2-3 ഇത് കഴിഞ്ഞപ്പോഴേ ആകെപ്പാടെ കറുത്തിരുണ്ട് വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ മാക്സിമം ഒക്കെ ഞാൻ തേച്ചരച്ച് കഴുകി, പക്ഷേ അത് പോണില്ല. കുഴപ്പമില്ല. അപ്പോൾ അതേ അങ്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇത് തലേദിവസത്തെ സോയാബീൻ ചൂടാക്കി വെച്ചതാണ് കേട്ടോ. സോയാബീൻ കറി ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത് ബാക്കി വന്നു. പിന്നെ നമ്മുടെ കപ്പ, മീൻകറി, ദോശ, ചോറ് എല്ലാതും നമ്മൾ ഒരു മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാതും ചട്ടപ്പട്ടയെ തട്ടി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കെട്ടിയവൻ ആ ചട്ടി കൊടുക്കാൻ അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് മൂപ്പര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാക്കിംഗ് പരിപാടിയാണ്. ഒക്കെ പാക്ക് ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. നമ്മുടെ മുറ്റൊക്കെ ആകെ പിള്ളപ്പിളയായി കിടക്കണം. എന്നാലും നമ്മുടെ കണ്ടെന്ന് എൻ്റെ തക്കാളി, വഴുതിനിങ്ങ, ചീര വിത്തൊക്കെ ഇട്ടതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആകെ വെള്ളം ചെളിയായതുകൊണ്ട് ഞാൻ ഇവരൊന്നും ഇപ്പോൾ വല്ലാണ്ട് മൈൻഡ് ചെയ്യാറില്ല. അല്ലാണ്ട് ചൂടാകുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കാനെങ്കിലും പോയിരുന്നു. എന്നാലും ഞാൻ മുടങ്ങാണ്ട് ചെയ്യണൊരു കാര്യമുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ല, ഇപ്പം ഇച്ചിരി വെള്ളമേ ഉള്ളൂ. എന്നാലും കഞ്ഞിവെള്ളം ഇന്ന് രാവിലെ ചോറ് വെച്ച വെള്ളം ഞാൻ പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം നമ്മുടെ ഈ കുഞ്ഞു കറിവേപ്പില തൈ ഉണ്ടോ അവന് ഇച്ചിരി കൊടുക്കും. അതുപോലെ നമ്മുടെ മുരിങ്ങയുടെ കൊമ്പ് വെച്ചത് അവന് ഇച്ചിരി കൊടുക്കും. പിന്നെ എൻ്റെ കോവയ്ക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം മാത്രം കൊടുക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി നിൽക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. കർട്ടനൊക്കെ കെട്ടിയിട്ടിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ വരുമ്പോഴത്തേനും നായ്ക്കൾ കയറി അലമ്പാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കാറിൽ എത്ര പറഞ്ഞാലും മഴ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും മഴയത്ത് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് എങ്ങോട്ടെങ്കിലും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാറിൽ പോകാൻ. അപ്പോൾ ഇതേ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് പാടവും മലയും കുന്നൊക്കെ കടന്നിട്ട് വേണം എൻ്റെ വീട്ടിലെത്താൻ. എൻ്റെ വീട് നമ്മുടെ അനങ്ങമലേൻ്റെ താഴ്വാരത്താണ് എൻ്റെ വീട് കേട്ടോ. നല്ല രസമാണ്. പറയുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് ഉള്ളിൽ റോട്ടിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്കാണെങ്കിലും ഭയങ്കര രസമാണ് കേട്ടോ. ഞാനവിടെ ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോലയിലൊക്കെ നല്ല അത്യാവശ്യം വെള്ളം വരും. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. നല്ല കാടും ഈ മല കാണാം. നമ്മുടെ അനങ്ങമലയാണ് കാണുന്നത് കേട്ടോ. അനങ്ങമലയുടെ താഴ്വാരത്ത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ എന്ന് പറഞ്ഞ പോലെ നിറയെ പാടവും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഇങ്ങനെ കാറിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചോലയിൽ വെള്ളം വീഴുന്നത് ഇങ്ങനെ കാണാം കേട്ടോ. കണ്ടോ, ഇതാ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്നതൊന്നും അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ ക്യാമറ കണ്ടത് എൻ്റെ അമ്മ വീഡിയോ എടുക്കുന്ന കണ്ടത് എൻ്റെ അമ്മ വേഗം ഓടി വിളിച്ചു. ഇനി ആ പരിസരത്തേക്ക് അമ്മ വരില്ല. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ പപ്പായാണ് കേട്ടോ. പപ്പായ ഇപ്പയുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ ഇപ്പൊക്കെ പപ്പായൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഇപ്പോൾ വന്നേക്ക് പപ്പായ മുറിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കപ്പയും മീൻകറിയൊക്കെ എടുത്ത് വന്നപ്പോൾ നോക്കുമ്പോൾ ഇന്നിവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നിവിടെ ബിരിയാണി പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതമ്മ അവർ വന്നപ്പോഴത്തേന് ബിരിയാണിയൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കപ്പയും മീൻകറിയും നമ്മൾ ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഉച്ചയ്ക്കേക്ക് ബിരിയാണി ആക്കി. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് മണിപ്പനി കൂടെയൊക്കെ കുറച്ച് ഇരുന്നിട്ട് നല്ല ഹാപ്പി ആയൊരു ദിവസമായിരുന്നു അന്ന്.
ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ വന്നോളി. ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു. അല്ല ഇവരെ കാത്തുക്കൾ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഇവര് വരുമ്പോ ഉണ്ടാക്കാ ചേർക്കും. അങ്ങനെ ഫുൾ ടാങ്ക് ബിരിയാണിയൊക്കെ അടിച്ച് ഇതുപോലെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് സോഫമ്മ കുറച്ച് നേരം എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. കുറച്ച് നേരം ഈ സോഫമ്മ വല്ല സ്നാക്സൊക്കെ പിടിച്ച് ടി വിയും റിമോട്ടും പിടിച്ചിരുന്നില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടില്ല കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം ഇതുപോലെ കുറച്ച് നേരം ഉപ്പാൻ്റെ കൂടെ തൊടിയിലൊക്കെ നടന്ന് വൈകുന്നേരം രാത്രിയാണ് കേട്ടോ പോയത്. പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇക്കടെ വീട്ടിൽ പോയി പിള്ളേരെ വിളിച്ച്. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. രാവിലെ തൊട്ടേ ഈ വീഡിയോ എടുക്കൽ കാരണം എനിക്ക് മടുത്തു. വൈകുന്നേരം ആയപ്പോൾ തന്നെ മടുത്തു കേട്ടോ. ഈ യൂട്യൂബേഴ്സിനൊക്കെ സമ്മതിക്കണം ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നത്. എൻ്റെ വീട്ടിലെ കിണറാണ് കേട്ടോ. നല്ല അടിപൊളി മാഷാഅല്ലാഹ് നല്ല വെള്ളമാണ് കേട്ടോ. ഞങ്ങൾ മലയുടെ താഴ്ഭാഗത്തൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കിണർ കുറച്ചും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം മുക്കിയെടുക്കാം. നിറയെ മീനുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് രാത്രി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് രാത്രി പിള്ളേരെ കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നടന്ന കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഏതിയനെന്നറിയില്ല, എയർ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണോ എന്താറിയില്ല, ഒരാൾ ഞങ്ങളുടെ വീട്ടിനുള്ളിൽ അനധികൃതമായി കയറിയിട്ടുണ്ട്. ഒരു കുഞ്ഞി കിളിയിട്ടോ. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാവരും അതിൻ്റെ പിന്നാലെ എല്ലാവരും നടന്നിട്ട് കാര്യമില്ല. ഇക്കാക്ക് മാത്രമേ അതിനെ പിടിക്കാനുള്ള ധൈര്യമുള്ളൂ. ഞങ്ങളൊക്കെ മാതിരി ജീവികളെയും പക്ഷികളൊക്കെ തൊടുന്നതിൽ ഭയങ്കര പേടിത്തന്നെയാണ്. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് നേരം വീട്ടിലുണ്ടായ സംഭവ വികാസങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കട്ടെ എന്ത് കിളിയാ നോക്കട്ടെ, എന്ത് കിളിയാ നോക്കട്ടെ. അത് പേടിച്ചതിന് വിട്ടാളൊക്കെ പാവം. അത് നോക്കി വെള്ളം എന്തെങ്കിലും കൊടുത്താലോ? എന്തില് കൊടുത്തു വെള്ളം? ഇങ്ങനെയൊക്കെ അതിനെ പിടിക്കും. ഇവിടെ വന്ന് കാശ് നോക്കിയൊക്കെ എന്നെ കൊറേ കടിച്ചു. വളർത്തണം വിടണോ? ഞാൻ പറയും ഇത് വളർത്തുന്ന പക്ഷി, ദ്രോഹാണ് നമ്മൾ ചെയ്യണത്. പാറി പറന്ന് നടക്കുന്ന പക്ഷിനെ പിടിച്ചിട്ട് കൂട്ടിലിടുക ദ്രോഹാണ് ചെയ്യണത്. ഒന്നാമത് ഇത് വളർത്തുക വല്ല ലവ് ബേർഡ്സ് അങ്ങനെയൊക്കെയല്ലേ വളർത്തുക. അതിന് സ്വതന്ത്രമായിട്ട് പാറി നടക്കാനല്ലേ അതിന് ആഗ്രഹം ഉണ്ടാവുക. ഇഞ്ഞു വിട്ടാളെ അത്യാവശ്യം അത്ര തന്നെ കുടിക്കുള്ളൂ. കുടിപ്പിച്ച വെള്ളം കുടിപ്പിച്ച ഇടങ്ങറാക്കി തൊട്ടോട്ടേക്കും ഇക്കെന്നാക്കണ്ട. ഞാൻ അങ്ങോട്ട് വന്ന് തൊട്ടോളാം. ഇക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യണ്ട. ഇക്ക വീടിക്ക അവൾക്ക് എന്തിനെ വളർത്തണം? പൂച്ചനെ. ഇത്ര പോന്ന പക്ഷിനെ അവൾക്ക് തൊടാൻ വയ്യ.
അത് പേടിച്ച് ആ വ്യവസായിന്റെ അമ്മ അതിനെ കാത്തിരിക്കണ്ടാവും പോയിക്കോട്ടെ കേട്ടാ. അതിനെ നമുക്ക് പറത്തി വിടാവാ, പറത്തി വിടാം. വിടണോ? ആ വിടുക്കാം. അവിടെ നല്ല രീതിയിൽ ഉറങ്ങാൻ പെട്ടിട്ടാക്കണം. ആണ് ഞാൻ കേജ് പഠിക്കണ്ട്. അതിനിത് പെട്ടിയിലൊന്നും ഇരിക്കില്ല. വീട് പെട്ടിയിലൊന്നും ഇരിക്കില്ല. ഇത് ഇങ്ങനെ വന്നതാ അവന്. അതാ ഇവിടെ. പറക്കാൻ വയ്ക്കുന്നില്ല. രാജി പോയിക്കോളാം. എങ്ങനെ പോയിക്കോട്ടെ. കുട്ട പോണില്ല. ആ വേർച്ചിക്കണോ കാണുന്നിട്ട് കിതക്കണോക്ക്. അവനെ എയർപോർട്ട് കൂടെ കയറിയിട്ടാണ്. അവ അവിടെ പോയി കാണിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളി എങ്ങോട്ടോ പാറിപ്പോയി. ആളിത്തിരി ഉള്ളെങ്കിലും ആ വീട് മൊത്തം നശിപ്പിച്ച് നാശാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പണി തന്നിട്ടാണ് ആൾ പോയത് കേട്ടോ. വീട് പിറ്റേ ദിവസം ഫുൾ ക്ലീനിങ് ആയിരുന്നു എനിക്ക് പണി. അങ്ങനെ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോഴേ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ഇത്രയും ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇട്ടതല്ല. ബോറടിച്ചെങ്കിൽ സോ സോറി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.